എല്ലാവർക്കും നമസ്കാരം. ഞാൻ റിസ്ല, മഞ്ചേരി റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ ഗ്രീൻഫീൽഡ് ഹൈവേ ഓഫീസിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഒരു ബ്രേക്ക് പഠനം കഴിഞ്ഞ് ഒരു ബ്രേക്ക് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ GK ലെവലൊക്കെ നല്ല പോക്കായിരുന്നു. GK ഒരു ബേസും ഉണ്ടായിരുന്നില്ല. മാത്സ് കുറച്ചൊക്കെ ചെയ്യും, പക്ഷേ ഇവിടുത്തെ ഫസ്റ്റ് എക്സാംസിനൊക്കെ പിന്നെ വളരെ കുറവ്, 30ൻ്റെ റേഞ്ചിലായിരുന്നു മാർക്ക്. കുറവ്, ഒരുപാട് മാസം 30 ആ റേഞ്ചിലിങ്ങ മാർക്ക് പോവും. പിന്നെ പയ്യെ 60ആയി. പിന്നെ 60 അങ്ങോട്ട് കയറണില്ല, എത്ര ആയിട്ടും കയറണില്ല. ഒരു 5-8 മാസമായിട്ടും 60ൻ്റെ ആ റേഞ്ചിൽ നിന്ന് മാർക്ക് കയറണം. അപ്പോൾ സാറോടും ഇടയ്ക്കിടയ്ക്ക് പരാതി പറയും, സാറേ മാർക്ക് കൂടുന്നില്ലല്ലോ. അപ്പോൾ പറയും, നീ ഷെഡ്യൂൾ കറക്റ്റ് ഫോളോ ചെയ്യ്, പിന്നെ യൂണിറ്റ് എക്സാം എഴുതുക, OMR എഴുതുക, ക്രമേണ കൂടിക്കോളും എന്ന് പറയും. അങ്ങനെ അതുപോലെ തന്നെ പിന്നെ ഒരു ഫാൾട്ട് എനിക്ക് പറ്റിയെന്ന് ആ സമയത്ത് എന്ന് പറഞ്ഞാൽ, ഈ OMR എക്സാം എഴുതും ഞായറാഴ്ച, എന്നിട്ട് അതുപോലെ മടക്കി വെക്കും. എന്നിട്ട് പിന്നെ യൂണിറ്റ് ടെസ്റ്റിനൊക്കെ പഠിക്കും. പിന്നെ അപ്പോൾ OMRൽ നമ്മൾ വരുന്ന നെഗറ്റീവ്സ് ഒന്നും പിന്നെ നോക്കാറില്ലായിരുന്നു. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, OMR എക്സാം കഴിഞ്ഞാൽ അന്ന് തന്നെ ആ തെറ്റുകൾ നമുക്ക് ഏത് ഭാഗമാണ് തെറ്റിയത് അത് പ്രത്യേകം നോട്ട് ചെയ്യുക. എന്നിട്ട് ആ ഭാഗം പഠിച്ച് കവർ ചെയ്തിട്ട് പിന്നെ അടുത്ത ദിവസം ആ ദിവസം തന്നെ അത് ചെയ്താൽ പിന്നെ അത് പെൻഡിങ് ആവില്ല. കാരണം എല്ലാ ആഴ്ച എക്സാംസ് വരെയല്ലേ. അപ്പോൾ അതിങ്ങനെ കുന്നുകൂടിക്കൊണ്ടിരിക്കും കുറേ തെറ്റുകൾ. അപ്പോൾ പിന്നെ ഷെഡ്യൂൾ അനുസരിച്ച് പോകണം. പിന്നെ OMR എക്സാം കഴിഞ്ഞ് നമ്മൾ തെറ്റുകൾ തിരുത്തി പോവാം. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ കൊറോണ ബാച്ചിൽ, സാറ് പറഞ്ഞ പോലെ കൊറോണ ബാച്ചിൽ പെട്ട ആളുകളാണ്. പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞ മാർക്ക് കൂടുന്നില്ല. അപ്പോൾ പയ്യെ മാർക്ക് കൂടി വന്നപ്പോൾ പിന്നെ ക്രാഷ് കോഴ്സ് ആരംഭിക്കണം. നമ്മളെ ഗ്രൂപ്പായി തിരിച്ച് സാറ് ക്രാഷ് കോഴ്സ് ആരംഭിക്കാൻ വേണ്ടി അന്നത്തെ ദിവസമാണ് ലോക്ക്ഡൗൺ അറിയിപ്പ് വരുന്നത്. അപ്പോൾ ഇനി മുതൽ അപ്പോൾ ക്രാഷ് ഇല്ല. അപ്പോൾ ആകെ നിരാശരായി. പിന്നെ വീട്ടിലിരുന്ന് സാറ് ഓൺലൈൻ ക്രാഷ് കോഴ്സ് ആരംഭിച്ചു. പിന്നെ ഇനി എക്സാം എന്നാ നടക്കുകയെന്ന് അറിയില്ല, ഒക്കെ നീട്ടി വെച്ചു, ഫുള്ള് ലോക്ക്ഡൗൺ ആയില്ലേ. പിന്നെ ഈ വാവ് സാറിൻ്റെ റസാഖ് സാർ ഈ മോട്ടിവേഷൻ വോയിസുകൾ ഇങ്ങനെ വരും വാട്സപ്പ് ഗ്രൂപ്പിൽ, അതൊക്കെ തന്നെയാണ് എല്ലാവരും നിർത്തിയത്. പിന്നെ ഞങ്ങളെ ബാച്ചിൽ നിന്നൊരു പ്രത്യേകത ഉണ്ട് എന്ന് വെച്ചാൽ, സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ആ സമയത്ത് തന്നെ, കൊറോണ സമയത്ത് തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് PSC മാറുന്നത് ഞങ്ങളെ എക്സാമിൻ്റെ സമയത്താണ്. പിന്നെ പാഠപുസ്തകങ്ങൾ ഞങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഫുള്ള് പഠിച്ച് സെറ്റാക്കി വന്നതായിരുന്നു. അപ്പോഴാണ് അറിയുന്നത് പനി മുതൽ പാഠപുസ്തകത്തിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ അതൊക്കെ തരണം ചെയ്യാൻ ഈ ഒരു കോച്ചിങ് സെൻറ്ററിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും കഴിഞ്ഞത്. പിന്നെ സാറേ യോഗ, മോട്ടിവേഷൻ അതൊക്കെ വളരെയധികം ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. നമുക്ക് പഠിച്ചാൽ മാത്രം പോരാ. പിന്നെ നമ്മളിങ്ങനെ നിങ്ങൾക്കറിയായിരിക്കും, വളരെയധികം ഡെസ്പായി പോകുന്ന അവസരങ്ങളുണ്ടാവും മാർക്ക് കുറയുമ്പോൾ. പിന്നെ നമ്മൾ പിന്നോട്ട് വലിയ വളരെ കൂടുതൽ ആൾക്കാരുണ്ടാവും. ഇപ്പം എന്നോടൊക്കെ ഞാനങ്ങ് യാത്ര ചെയ്യുമ്പോൾ, നടന്നു പോകുമ്പോൾ, ഈ എക്സാം കഴിഞ്ഞാൽ ഈ നിർത്തുമോ നീ ചോദിക്കും. അവർക്ക് എന്താ ചിലവ്, ഞാനിങ്ങനെ നടന്നു പോകണം നോക്കണ ചിലവേ ഉള്ളൂ. അപ്പോൾ ഈ എക്സാം കഴിഞ്ഞാൽ നിർത്തുമല്ലേ അങ്ങനെ ചോദിക്കും. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ മൂഡ് ഓഫ് ആക്കും. പക്ഷെ ഇവിടെ വന്ന് സാറിൻ്റെ വോയിസ് ചിലപ്പോൾ അതിനെക്കുറിച്ച് തന്നെ ആവും. അപ്പോൾ നമ്മൾ മോട്ടിവേറ്റഡ് ആവും. ഇപ്പോൾ ഈ മോട്ടിവേഷൻ വളരെ അധികമായിട്ടൊരു ഫാക്ടറാണ്. അപ്പോൾ ഇതിവിടെ നല്ലോണം കിട്ടും. പിന്നെ യോഗ ചെയ്യാറുണ്ടോയെന്നറിയില്ല നിങ്ങൾ. യോഗയെന്ന് ഞങ്ങളെ എന്നെ ശരിക്കും സ്വപ്നം കാണാൻ പഠിപ്പിച്ചത് ആ യോഗയിലൂടെയാണ്. അപ്പോൾ ഞാൻ ഈ ID കാർഡ് എന്നതിൻ്റെ ഒരു യോഗയിലെ മെയിൻ ഫാക്ടർ. ഇപ്പം ഈ ഗവൺമെൻറ് PSC കിട്ടിയാൽ കിട്ടുന്ന ID കാർഡ് അതെനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഈ യോഗയെന്നും മോട്ടിവേഷനൊക്കെ ഒരുപാട് കാര്യങ്ങൾ കിട്ടാണ്ട്, അതിലൂടെ തന്നെയാണ് നമുക്ക് പിന്നെ പഠിക്കാനുള്ള ഇൻസ്പിറേഷൻ വരും ചെയ്യാം. പിന്നെ ഓൺലൈൻ എക്സാം OMR എഴുതും, റസാഖ് സാറിന് ആൻസർ ഷീറ്റ് മാർക്ക് അയച്ചു കൊടുക്കും. പിന്നെ പയ്യെ മുകളിലേക്ക് എത്താൻ തുടങ്ങി. സാറ് പറഞ്ഞ പോലെ തന്നെ സാറും പ്രതീക്ഷയും പറഞ്ഞ പോലെ ഫുള്ള് അതുപോലെ ചെയ്യുക, അതിനൊരു ഡീവിയേഷൻ ഇല്ലാതെ അതുപോലെ ചെയ്യുക. ഇപ്പം നമുക്ക് ഇങ്ങനെ തോന്നും ആ കോച്ചിങ് സെൻറ്റർ നല്ലതാണ്, പിന്നെ ഫ്രണ്ട്സ് പറയും അവിടെ എങ്ങനെയുണ്ട് പറഞ്ഞ്, അതൊന്നും നോക്കാതെ ഇവിടെ നിന്ന് എന്താണോ പറയുന്നത് അതുപോലെ ചെയ്താൽ പൂർണ്ണ വിജയം ഉണ്ടാവും. പിന്നെ ഹസ്ബൻഡ്, അമ്മായിമ്മ, മക്കൾ എല്ലാവരും കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും. പിന്നെ അങ്ങനെയല്ല, നന്ദി എന്നല്ല, എല്ലാവരും സ്ട്രഗിൾ ചെയ്താൽ, നമ്മൾ സ്ത്രീകളല്ലേ, അപ്പോൾ എല്ലാവരും സ്ട്രഗിൾ ചെയ്താൽ തന്നെ ഇങ്ങനെയൊക്കെ ഒരു അങ്ങനെ PSC ഒക്കെ കിട്ടാൻ സാധിക്കുള്ളൂ. പിന്നെ എന്നോട് ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, കുറേ പ്രാവശ്യം ചീത്ത കേട്ടിട്ടുണ്ട് കേട്ടോ. ഒരു പ്രാവശ്യം എൻ്റെ ഫോൺ എറിഞ്ഞ് പൊട്ടിച്ചാളാ എന്നാലേ എനിക്ക് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വാട്സപ്പ് ഒഴിവാക്കിയാൽ തന്നെ മാക്സിമം നമ്മൾ ഫോണിലിരിക്കൽ കുറയുമല്ലോ. അപ്പോൾ അതൊക്കെ പിന്നെ അതേ പറഞ്ഞ് പല പ്രാവശ്യം ചീത്ത അങ്ങനെ കിട്ടിയാലും നമുക്ക്
വിജയം നേടണമെങ്കിൽ ഇവിടെ പറയുന്ന പോലെ ഫോളോ ചെയ്താൽ മതി. പിന്നെ ആരും മടുക്കാതെ നിരാശരാവാതെ മുന്നോട്ട് പോവുക. എല്ലാവർക്കും വിജയം ഉണ്ടാവും. പ്രാർത്ഥിക്കുന്നു.